പാഞ്ചാലിമേടിലേക്ക് അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് പ്രൈസ് വരുന്ന അഡൾട്ടിന് 25 റുപ്പീസാണ്. അപ്പോൾ നിങ്ങളങ്ങനെ കയറി വരുമ്പോൾ തന്നെ കാണുന്നത് ഒരു മണ്ഡപം പോലത്തെ ഒരു സ്ഥലമാണ്. ആക്ച്വലി ഇവിടെ ഫുൾ സ്റ്റോൺ പേയ്മെൻറ്റ്സ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇന്ന് ആക്ച്വലി സൺഡേ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നല്ല ഗ്രൂപ്പ്സ് ആയിട്ടൊക്കെ ട്രിപ്പ് വന്നവരുണ്ട്. ഈ പാഞ്ചാലിമേടിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് പാണ്ഡവന്മാരെ പാഞ്ചാലിനെയും കൊണ്ട് യുദ്ധത്തിൻ്റെ സമയത്ത് ഇവിടെ ഒന്ന് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിലൊരു പാഞ്ചാലി മേട് എന്നൊരു പേര് ഇതിന് വന്നത് തന്നെ. ഇങ്ങനൊരു വിശ്വാസം ഇവിടെയുണ്ട്. ഇത് കുറച്ച് കാടൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. പാഞ്ചാലിമേടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയൊരു ഇറങ്ങി വരുന്ന ഒരു പടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങി പോകും. നമ്മൾ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങി ഒരു കാട്ടിൽ കൂടെ ഒക്കെ പോകാമെന്ന് പറയും. അത്യാവശ്യം നല്ല തണുപ്പുള്ള പ്ലേസ് ആട്ടോ അവിടെ. വന്ന സമയം ഇപ്പം ഏകദേശം 11:30 ആയിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പം ഇനിയിപ്പം നമ്മൾ തിരിച്ചെന്ത് പോകുന്നതുകൊണ്ട് ഈവനിങ്ങിലേക്ക് വെച്ചില്ല. അതെന്തായാലും കാണാമെന്ന് വിചാരിച്ചു. സൺഗ്ലാസ് വെച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ കാണാൻ. നല്ല ഭംഗിയുണ്ട്. ആകാശമൊക്കെ നല്ല രസമുണ്ട്. ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊന്ന് മേലേക്ക് നടക്കുമ്പോൾ ഉള്ള ഒരു വ്യൂ പോയിന്റ് പോലെയാന്ന് തോന്നുന്നു. ഇത് കുരിശുമലയാട്ടോ. ഇത് ഫുൾ കുരിശ്. മലയിലോട്ട് കയറി പോകുമ്പോഴാ കുരിശുമല കേട്ടോ. വേണമെങ്കിൽ ഇവിടെ സിപ്പ് ലൈൻ ഉണ്ട്. സിപ്പ് ലൈന് മൊത്തം 450 മീറ്ററാണ് അതിൻ്റെ ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പം അതിൻ്റെ പ്രൈസ് 350 പെർ അഡൾട്ടാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവർക്ക് സിപ്പ് ലൈൻ എക്സ്പ്ലോർ ചെയ്യാനും ഉള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട്. നമ്മൾ കയറി പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇതിൻ്റെ ഹയസ്റ്റ് മെയിൻ വ്യൂ പോയിന്റ്. സ്കൈ നല്ല രസമുണ്ട് കാണാൻ. ചെറിയൊരു തണുപ്പും കാറ്റും ഉള്ളൂ. ഭയങ്കരമായിട്ടുള്ള തണുപ്പുമില്ല കാറ്റുമില്ല. ചിലപ്പം ഈവനിങ്ങൊക്കെ ഉണ്ടാവുമായിരിക്കും. എല്ലാ ഹിൽ സ്റ്റേഷൻ പറയുന്നത് മോർണിംഗ് ആൻഡ് ഈവനിംഗ് ആണ്. മുകളിലോട്ടേക്ക് എത്തുമ്പോഴേക്ക് ഇച്ചിരി കാറ്റ് കൂടുതലുണ്ട്. സംഭവം ഞങ്ങൾ കുറച്ച് വെയിലൊക്കെ ഉള്ള സമയത്താണ് പോയതെങ്കിലും സംഭവം നല്ല രസമാണ് അവിടെ കാണാൻ. പിന്നെ കുറച്ച് ഒരു ഹിൽസ് മുകളിലെത്തുമ്പോൾ നല്ല കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ എപ്പോഴും മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ്ങിലേക്ക് വരാൻ ശ്രമിക്കുക. അതായിരിക്കും ബെറ്റർ ടൈം. സോ എല്ലാവരും ഇവിടെ വരിക, എൻജോയ് ചെയ്യുക. ബൈ ബൈ.